എൻവി സിനിമാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ നല്ലവരായ സിനിമാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വരാൻ നിൽക്കുന്ന ഏകദേശം 11ഓളം മൂവികളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഏകദേശം കൺഫേമായ മൂവികളെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റായിട്ട് ഈ ലിസ്റ്റിൽ വരുന്നത് ബസൂക്ക എന്ന മൂവിയാണ്. മമ്മൂട്ടിയുടെ ബിഗ് ബഡ്ജറ്റ് ആയിട്ട് വരുന്ന ഒരു മൂവിയാണ് ഇത്. ഏപ്രിൽ 10-ാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന ഒരു മൂവി ആയിട്ടാണ് ഈ സിനിമ വരുന്നത്. കാത്തിരിക്കാൻ സിനിമയുടെ റിലീസിന് വേണ്ടി. രണ്ടാമതായിട്ട് ഈ ലിസ്റ്റിൽ വരുന്നത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി വില്ലൻ വേഷത്തിലെത്തുന്ന സിനിമയാണ്. വിനായകനാണ് സിനിമയിൽ നായകനായിട്ട് വരുന്നത്. അടുത്തതായി ഈ ലിസ്റ്റിൽ മൂന്നാമത് വരുന്നത് മലയാളത്തിൻ്റെ മൾട്ടി സ്റ്റാർ മൂവിയായിട്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മൂവിയാണ്. ബിഗ് ബഡ്ജറ്റ് മൂവിയായിട്ടാണ് സിനിമ വരുന്നത്. ഏകദേശം 80-100 കോടിയോളം സിനിമയ്ക്ക് ബഡ്ജറ്റുണ്ട്. മലയാളത്തിലെ എല്ലാ പ്രമുഖ നടന്മാരും അഭിനയിക്കുന്ന ഒരു മൂവിയാണ് ഇത്. അടുത്തതായി നാലാമത് ഈ ലിസ്റ്റിൽ വരുന്നത് നിതീഷ് സഹദേവൻ അടുത്തതായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് നായകൻ എന്നാണ് ഏറ്റവും പുതിയ റൂമർ. മമ്മൂട്ടി കമ്പനിയായിരിക്കും ഈ സിനിമ നിർമ്മിക്കുക എന്നും റൂമറുണ്ട്. അതേപോലെ തന്നെ ഒരു മാസ് ആക്ഷൻ മൂവിയായിട്ടാണ് സിനിമ വരുന്നത്. കാത്തിരിക്കാം സിനിമയ്ക്ക് വേണ്ടി. അടുത്തതായി 5-ാം സ്ഥാനത്ത് വരുന്നത് ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി എത്തുന്ന മൂവിയാണ്. ഇത് തികച്ചും ഒരു റൂമറാണ്. വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തതായി 6-ാം സ്ഥാനത്ത് വരുന്ന സിനിമയാണ് ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ ഉണ്ട എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടി നായകനായി എത്തുന്ന മൂവി. ഇത് തികച്ചും ഒരു റൂമറാണ്. വന്നാൽ അടിപൊളിയായിരിക്കുമെന്ന് ഉറപ്പാണ് ഈ രണ്ട് കോംബോ. അടുത്തതായി 7-ാം സ്ഥാനത്ത് ഈ ലിസ്റ്റിൽ വരുന്നത് രാജൻ പ്രമോദ് എന്ന സംവിധായകനാണ്. രക്ഷാധികാരി ബൈജു എന്ന സിനിമ സംവിധാനവും തിരക്കഥയും എഴുതിയ രാജൻ പ്രമോദിൻ്റെ അടുത്ത സിനിമയിൽ മമ്മൂട്ടി ആയിരിക്കും നായകൻ എന്നാണ് ഏറ്റവും പുതിയ റൂമർ. കാത്തിരിക്കാൻ ഈ സിനിമയ്ക്ക് വേണ്ടി. അടുത്തതായിട്ട് എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടിന് വേണ്ടി എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണല്ലോ കണ്ണൂർ സ്ക്വാഡിൻ്റെ 2ാം ഭാഗം. കാത്തിരിക്കാം സിനിമയ്ക്ക് വേണ്ടി. അടുത്തതായി 9-ാം സ്ഥാനത്ത് ഈ ലിസ്റ്റിൽ വരുന്നത് മമ്മൂട്ടിയെ നായകനാക്കി കൃഷ്ണദാസ് എന്ന സംവിധായകൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. പുരുഷപ്രേതം എന്ന സിനിമയിലൂടെ അതിപ്രശസ്തനായ ഒരു സംവിധായകനാണ് ഇത്. കാത്തിരിക്കാം ഈ സിനിമയ്ക്ക് വേണ്ടി. ഇതൊക്കെ ഒരു റൂമറാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതേപോലെ തന്നെ 10-ാം സ്ഥാനത്ത് വരുന്നത് മമ്മൂട്ടിയെ നായകനാക്കി പ്രമോദ് പപ്പൻ സംവിധാനം ചെയ്യുന്ന മൂവിയാണ്. അതേപോലെ തന്നെ 11-ാം സ്ഥാനത്ത് വരുന്നത് മമ്മൂട്ടിയെ നായകനാക്കി നാദിർ ഷാ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. കാത്തിരിക്കാം നമുക്ക് മമ്മൂട്ടിയുടെ ആവേശകരമായിട്ടുള്ള സിനിമയുടെ റിലീസിന് വേണ്ടി. എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്.